ലോകത്തിലേക്ക് വികസന വഴി തുറന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ത്യക്കും കേരളത്തിനും നേട്ടമെന്ന് നരേന്ദ്രമോദി. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാർ എന്ന മുഖ്യമന്ത്രി. കമ്മീഷനിങ്ങിന് ശേഷം പ്രധാനമന്ത്രി സംസ്ഥാനത്ത് നിന്ന് മടങ്ങി. തുറമുഖ വ്യാപാര ഭൂപടത്തിലേക്കുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവേശന കവാടം തുറന്നു കഴിഞ്ഞു. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കടലോളം സ്വപ്നങ്ങളും പേറിയുള്ള കേരളത്തിന്റെ അഭിമാന പദ്ധതിയുടെ കുതിപ്പിന് ഒന്നുകൂടി ആക്കം കൂടുന്നു. ജനപ്രതിനിധികളെയും പൊതുജനത്തെയും സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് പ്രസംഗിച്ചത്. ന്യൂ ഏജ് ഡെവലപ്മെന്റ് का सिंबल ये विजिंगम डीप वाटर सी पोर्ट है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विजिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया. തുറമുഖ നിർമ്മാണത്തിലെ മുഴുവൻ കണക്കുകളും അവതരിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. തുറമുഖത്തിന്റെ ഏറിയ പങ്ക് വഹിച്ചത് കേരളമാണെന്നും പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പിലാക്കിയതും LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രി. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം. ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത്. രാവിലെ ഹെലികോപ്റ്റർ മാർഗം രാജ്ഭവനിൽ നിന്ന് തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പദ്ധതി പ്രദേശം നടന്നു കണ്ട ശേഷമാണ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. നമുക്ക് ഒരുമിച്ച് കേരളം പടുത്തുയർത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തിയ പ്രധാനമന്ത്രി എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ സംസ്ഥാനത്ത് നിന്ന് മടങ്ങി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.